ആട്ടിയെടുക്കാനുള്ള തേങ്ങ വെട്ടിപ്പൊളിക്കുന്ന പണിയിലാണ്. തേങ്ങ ഒക്കെ ഇവിടെ കൊണ്ട് കൂട്ടിയിടുക. ഇപ്രാവശ്യം നമ്മളെ കുറച്ച് കൂടുതൽ തേങ്ങ ആട്ടുന്നുണ്ട്. അപ്പൊ തേങ്ങ ഇട്ടയിലൊക്കെ നല്ല ഉണക്കായതുകൊണ്ട് ഒരുവിധം മൂപ്പായ ഇതുപോലുള്ള തേങ്ങയൊക്കെ നമ്മൾ ഉണക്കാനായിട്ട് വെട്ടിയിരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യും. ഇനി അങ്ങോട്ട് മഴക്കാലല്ലേ, മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങകളൊക്കെ ഉണക്കിയെടുത്താലേ വെളിച്ചെണ്ണ, മഴക്കാലത്തേക്ക് സ്റ്റോക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണയൊക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ ആട്ടിയെടുക്കല്. അപ്പോൾ ഈ റേഞ്ചുള്ള തേങ്ങയൊക്കെ അത്യാവശ്യം മൂപ്പായതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മഴക്ക് മുന്നേ ഒരു ഇടലും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങകളൊക്കെ ആദ്യം ഇവിടെ കൊടുത്ത് ഇങ്ങനെ കൂട്ടിയിടുകയാണ്. നമ്മൾ നോമ്പ് സമയത്ത് കുറച്ച് തേങ്ങ ഉണക്കിയെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തു. ആ വെളിച്ചെണ്ണയൊക്കെ ഇപ്പം കഴിയാനായിട്ടോ. അന്ന് ആട്ടിയതൊക്കെ കഴിഞ്ഞ്. അപ്പൊ അന്ന് പറഞ്ഞിനോ നോമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ തേങ്ങ വെട്ടി പൊളിച്ചിടാന്നൊക്കെ കേട്ടോ. നോമ്പിന് കഴിയില്ല. ഇനിയിപ്പം വിഷു ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ നേരത്തെ വരാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ മഴ നേരത്തെ വന്നിനു. വിഷു കഴിഞ്ഞ് മഴ വന്ന് പിന്നെ മെയ് മാസമൊക്കെ നല്ല മഴയാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു മാർച്ച് സമയത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ഉണക്കി വെച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്തു, മഴക്കാലത്തേക്കുള്ള വെളിച്ചെണ്ണയൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളത്. കാലാവസ്ഥയൊന്നും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, എങ്ങനെ പെട്ടെന്ന് മാറുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ട് കയറ്റിയിടേ നാസർക്ക. അപ്പൊ നാസർക്കാടെ പൊളി തുടങ്ങുന്നുണ്ട്. പൊളി തുടങ്ങി കുറച്ചായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ അങ്ങനെ തേങ്ങകൾ അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ തേങ്ങ കൊണ്ടുവന്ന് ഇടാനുണ്ട്. ഈ കൊട്ടയെ കാണുന്നതൊക്കെ മണ്ടരി പിടിച്ച തേങ്ങകളാട്ടോ. ഇത് വെട്ടിപ്പൊളിക്കാൻ എളുപ്പത്തിൽ കഴിയും. പക്ഷെ തേങ്ങ കണ്ടില്ല, തീരെ കുറച്ച് കായമ്പേ ഉണ്ടാവുള്ളൂ. ഇതുപോലെയൊക്കെ തേങ്ങകളൊക്കെ മണ്ടരി രോഗം ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഒരു തെങ്ങിലുണ്ട്. അപ്പൊ അതിന്റെ തേങ്ങ നമ്മൾ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലിപ്പോ റെഡിയായി വരുന്നുണ്ട്. ഹസ്രക്ക മണ്ടരിയുള്ള പൊളിക്കാൻ സുഖമായി കിട്ടോ. ചെറിയ തേങ്ങയാണ്. വലിയതൊക്കെ നമ്മൾ വെട്ടിപ്പൊളിക്കുമ്പോൾ അധികം പണിയില്ല, എന്നാലും കുറച്ച് റിസ്ക് ഉണ്ട്. എളുപ്പം കുറയുന്നതനുസരിച്ച് വേഗം പൊളി കഴിയും. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് എളുപ്പപ്പെട്ടതാ. നമ്മൾ മുന്നത്തെ വീഡിയോ ഒക്കെ കാണിച്ചാണ്. ഇതുപോലെ നമ്മൾ കോടാലി ഉപയോഗിച്ചിട്ട് നേരെ വെട്ടിപ്പൊളിക്കുക. തേങ്ങ നമ്മൾ പൊളിച്ചെടുത്തിട്ട് ഉള്ളിലുള്ള തേങ്ങ എല്ലാം പൊട്ടിക്കുന്നത്, മൊത്തത്തിൽ ചകിരി അടക്കം ഇതുപോലെതാ വെട്ടിപ്പൊളിക്കുകയാണ്. നമുക്കിത് എയിമായില്ലേ ചെയ്ത് അല്ല തേങ്ങ പൊളിക്കാനൊക്കെ നിന്ന് ആ ഒരു സമയം പോവും. പിന്നെ ഇതുപോലെയുള്ള മണ്ടരി പിടിച്ച തേങ്ങയൊന്നും പൊളിച്ചെടുക്കാനും പണിയാ. അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടും? ഇതൊക്കെ തേങ്ങ വെള്ളം കേട്ടോ. തേങ്ങ വെള്ളം നമുക്ക് വേറെ എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ പൊട്ടിക്കുമ്പോ തേങ്ങനെ വെള്ളം കിട്ടൂല. ഇത് ആയത് കൊണ്ടൊക്കെ അല്ലേ ഇത് കൊട്ടായിട്ടുണ്ട്. ഇനി നമുക്കേ ഈ കാണുന്നൊക്കെ വെയിലത്ത് ഇങ്ങനെ നിരത്തുന്നുണ്ട്. ഇപ്പൊ കൊട്ട നിറഞ്ഞിട്ടുണ്ട്. വേഗം ഇതൊക്കെ വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കണം. കത്തിയടാ. ഇങ്ങനെ വലിക്കാൻ കഴിയൂല. ചിലപ്പോൾ നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഇതുപോലെ ചകിരി വേറിടൂല. അത് നമ്മൾ കത്തിയിട്ട് ഒന്ന് വെട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വേർതിരിച്ചിടണം. ചിലത് നല്ല പിടുത്താലേ. മണ്ടരി അത് നമുക്ക് നേരെ വെയിലത്ത് കൊണ്ടാ. നസർക്ക് ഇത് കൊണ്ടിട്ടിട്ട് വരാ. കൊട്ട നിറഞ്ഞിട്ട് അപ്പൊ സൈഡിൽ വെച്ചോളി കേട്ടോ. അതാ വീണോ? എടുത്ത് വെച്ചോളി. നല്ല വെയിലുണ്ട്. എന്തായാലും ഞങ്ങൾ തേങ്ങ ആട്ടാൻ ഉണക്കാനിടുന്ന സമയത്ത് തന്നെ മഴക്കാറ് വരലുണ്ട്. അല്ല ഇപ്രാവശ്യം എന്താ അറിയില്ല, നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം തന്നേ നിരത്തി അങ്ങനെ വെക്കാം. ഉമ്മ അറിയല് മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തേങ്ങ പെട്ടെന്ന് ഉണക്കാനിട്ടാൽ മതി. അപ്പൊ പെയ്തോളും മഴ അറിയും. ഇത് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണി. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വെയിലിന് വേഗം ഉണക്കിയെടുക്കണം. പിന്നെ അപ്പം വെയിൽ രാവിലെ തന്നെ തുടങ്ങിയാലേ നമുക്കൊരു ഉച്ച ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ തേങ്ങ പൊളിക്കാനുള്ളതുകൊണ്ട് പൊളിച്ച് കഴിയുള്ളൂ. അപ്പൊ തന്നെ അത് ആദ്യം ഇട്ടതൊക്കെ നമുക്ക് വൈകുന്നേരം തന്നെ അടർത്തിയെടുക്കാനാവും. കറക്റ്റ് വെയിൽ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ വെക്കണം കേട്ടോ. ഷീറ്റിലെന്ത് ചൂടാന്നറിയോ? പൊള്ളുണ്ട് അല്ലേ? ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് കാലെല്ലാം പൊള്ളുന്നുണ്ട്. എന്താ ചൂട്!
ചെരുപ്പിടണ്ടെന്ന് വെച്ചിട്ടാ. കുറച്ച് കഷ്ടപ്പെട്ടാലേ ഒരു കുഴപ്പമില്ല. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒന്നും വില കുറയുന്നില്ല. ഇനിയിപ്പം കൂടാനേ സാധ്യതയുള്ളൂ. എല്ലാ സാധനത്തിനും വില കൂടില്ല. അപ്പം ഇതിനി മേലോട്ടല്ലാതെ താഴേക്ക് വരില്ല. തേങ്ങ ഇപ്പോഴും കിലോയ്ക്ക് 70-75 ലെവലിലാണ് വില നിൽക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് കമ്പനി വെളിച്ചെണ്ണയ്ക്കൊക്കെ കുറച്ച് കുറവാണ്, 300-ന്റെ അടുത്തുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണയ്ക്ക് 350-400 രൂപയുടെ അടുത്ത് ഇപ്പോഴും വിലയുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ വെളിച്ചെണ്ണ വാങ്ങിക്കലേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നോമ്പിനും കഴിഞ്ഞിട്ട് വേഗം കുറച്ചെങ്കിലും നമ്മൾ ആട്ടിയെടുത്ത്. ഇപ്പോഴുള്ള തേങ്ങയിലൊന്നും പൊങ്ങുണ്ടാവില്ല കേട്ടോ. നമ്മള് സ്റ്റോക്ക് ചെയ്ത് വെച്ച തേങ്ങയല്ല, ഇപ്പൊ കയ്യോടിട്ട് നേരെ നമ്മള് വെട്ടിപ്പൊളിക്കുന്നതാണ്. ഇനി നമ്മള് മഴ അടുപ്പിച്ച് മഴയുടെ മുന്നായിട്ട് ഒരു മെയ് മാസം ലാസ്റ്റ് നമ്മള് തേങ്ങ ഇടും. ആ തേങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ട് പിന്നെ വേനൽ തുടങ്ങുന്ന സമയത്ത് ആട്ടുക. അതിൽ നമുക്ക് എന്ത് ചെയ്യും, പൊങ്ങുണ്ടാവും. അപ്പോഴാണ് നമ്മൾ തേങ്ങ കുറച്ച് വിൽക്കും ചെയ്യട്ടെ. കൊടുക്കാനൊക്കെ ഉള്ള തേങ്ങ കൊടുക്കുക. നമ്മൾ ഓണസമയത്തൊക്കെ ചന്തയിലൊക്കെ ആ ഇടുന്ന തേങ്ങ എന്നാണ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി നമ്മൾ എണ്ണ ആക്കുക. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണയൊക്കെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാ എണ്ണയും ഓയിലായാലും വെളിച്ചെണ്ണ തന്നെ എല്ലാത്തിലും മായാണ്. കമ്പനിക്കാരൊക്കെ അങ്ങനെ ചേർത്ത് വരുന്നത്. അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് കിട്ടും. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്ന നമുക്ക് ഈ എണ്ണയിലൂടെ ഒക്കെ ആയിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ല ഉപയോഗിക്കുന്ന എണ്ണയിലൂടെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ ഞങ്ങൾക്ക് എന്താ ചെയ്യാ, ഫ്രഷ് എണ്ണ കിട്ടാനാണ് പിന്നെ ഒന്ന് റിസ്ക് എടുത്തിട്ട് ഈ പണി ചെയ്യുന്നത്. ഇത് തേങ്ങ നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അരയ്ക്കാനൊക്കെ ഉള്ള ആവശ്യം കഴിഞ്ഞ് ബാക്കി എണ്ണ ആക്കുക. എന്നിട്ട് ഞങ്ങൾ വിൽക്കുന്നുള്ളൂ. നമ്മൾ വെളിച്ചെണ്ണ നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാനുള്ള ഒക്കെ ആയതിനു ശേഷം ബാക്കിയുള്ള തേങ്ങ കൊടുക്കുകയുള്ളൂ. പിന്നെ ഒരു തെങ്ങ് പോകുമ്പോഴത്തേക്കും അടുത്ത തെങ്ങ് അങ്ങനെ നട്ടു കൊടുക്കാണ്. തെങ്ങിന് രോഗം കൂടുതലാണ്. പിന്നെ അത് റെഡിയാക്കി പോകുന്നത് നമ്മൾ ഓരോ വർഷവും 1-2 തെങ്ങെങ്കിലും പുതിയത് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് 1-2 തെങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങ ഇടാൻ വന്ന ആളെന്നല്ലേ പറഞ്ഞു, ഇവിടെ പല സ്റ്റേജിലുള്ള തെങ്ങുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കറിയാം തേങ്ങേന്റെ വില അറിയാം, അതുകൊണ്ട് പോകുന്നതനുസരിച്ച് ഞങ്ങൾ തെങ്ങ് അങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട്. അത് കൃഷി ഓഫീസറും പറയുന്നുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞാൻ 1-2 തൈ കൃഷിഭവൻ വാങ്ങിക്കും. കൂടുതലൊന്നും വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ ഒഴിവ് നോക്കിയിട്ടേ തെങ്ങ് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യുന്നോണ്ട് എപ്പോഴും നമുക്ക് ഒരേ ലെവലിൽ തേങ്ങ കിട്ടുന്നത് അതുകൊണ്ടാണ്. ഞാൻ നട്ട തെങ്ങൊക്കെ കായ്ച്ചു തുടങ്ങി കേട്ടോ. ഒരു നമ്മളെ ഇതിലേക്ക് ഒരു 8 വർഷം ആയപ്പോഴത്തേക്കും ഞാൻ നട്ട ഒരു 4-5 തെങ്ങ് 8 വർഷം ആയപ്പോഴത്തേക്കും 8 ഉണ്ട്, 6 ഉണ്ട്, 6-ലൊക്കെ കായ്ച്ച തെങ്ങുകളുണ്ട്. ഏതാ? ഈ കാണുന്നത് ഇത് ചിലത് തൊണ്ടടർന്ന് പോകുന്ന നമ്മൾ എടുക്കും, കൊപ്ര പോലത്തെ. മറ്റേത് അതൊക്കെ കണ്ടില്ല, എന്നാലും കേട് കുറവാ. ഇപ്പോഴല്ല കേട് വരും, നമ്മള് സ്റ്റോക്ക് ചെയ്ത് വെക്കൂല. ഇനി ഇതെന്താ അസറൊക്കെ കേടാ? ഇത് കേടാ, ഉള്ളിലൊന്നും ഇല്ല. ഞാൻ നല്ല തേങ്ങ കിട്ടും. അതാ ഇല്ല, കേടാ ഇതും കേടാ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ കൊത്തി പൊളിക്കുന്ന സമയത്ത് അതിന് തെറിച്ച് പോരുന്ന കേട്ടോ. ഇത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ചെത്തിയിടുന്ന സമയത്ത് ഒന്ന് കഴുകിയിട്ട് ചെത്തിയിടുള്ളൂ. ഇതൊക്കെ നിറച്ച് പൊടികളാവും. നമ്മൾ കോടാലി കൊത്തുന്ന സമയത്ത് സൈഡിലൊക്കെ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അടർന്നു പോരുന്ന. ഇതൊക്കെ ഇങ്ങനെ പോകുന്ന നോക്ക്. ഒന്ന് കഴുകണം. ചെത്തിയിട്ടിട്ടും കഴുകിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ട് നമ്മൾ എന്തായാലും തൊണ്ടുന്ന അടർത്തുന്നൊക്കെ ചെത്തിയിടുമല്ലോ, ആ സമയത്ത് റെഡിയാക്കി എടുക്കും. ഇങ്ങനെ കുറേ വരുന്നുണ്ട്, ഒക്കെ എടുത്തിട്ട് വരണം. ഇവിടെ മാറ്റി വെക്കാം. എന്തായാലും ഉച്ച വരെയെങ്കിലും നമുക്ക് തേങ്ങ പൊളിക്കാനുണ്ട്. ഇനിയും ഉച്ച കഴിഞ്ഞാൽ ചിലപ്പം ഇന്നലെ മഴയില്ല, മിനിഞ്ഞാന്നൊക്കെ മഴയേനു. അപ്പം മഴ വരുന്നതിന് മുന്നേ ആദ്യം ഇട്ടതെങ്കിൽ നമുക്ക് വൈകുന്നേരം മുതൽ അടർത്തി എടുക്കാനുള്ള പണിയാവും. വേഗം ഇനി ബാക്കിയുള്ളതൊക്കെ പൊളിച്ചിട്ടേ മൊത്തത്തിൽ നിരത്തി വെക്കട്ടെ. എല്ലാ തേങ്ങയും വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞ് ഒക്കെ നമ്മള് നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, ഇപ്പൊ ചൂട് കൂടി വരിക. പിന്നെ മഴയൊന്നും കാണുന്നില്ല, ഉച്ച ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ ഈ ഗ്യാപ്പിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇട്ട ഷീറ്റ് മുഴുവനായിട്ട് തന്നെ
തേങ്ങ നിരത്തി കഴിഞ്ഞ് ഷീറ്റ് ചവിട്ടാൻ വയ്യ, നല്ല ചൂടാ. അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ഇന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും. ഇനിയത്തെ പരിപാടി ഇതൊക്കെ അടർത്തിയെടുത്തിട്ടേ ചെത്തിയിടലൊക്കെയാണ്. അപ്പം ഇതൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. രാവിലെ തുടങ്ങിയ പണി ഇപ്പോഴാണ് കഴിഞ്ഞത്. നല്ല വെയിലുണ്ട്, അപ്പം ഒന്ന് കുറച്ചേരം ഒന്ന് മാറിക്കട്ടെ.